ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രതിജ്ഞയെടുത്തു. UDFന് 100 സീറ്റോ അതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ താൻ SNDP എന്ന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. 102 സീറ്റ് കിട്ടി. പലരും വെള്ളാപ്പള്ളിയുടെ രാജിപ്രഖ്യാപനത്തിന് വേണ്ടി കാതോർത്തിരുന്നു. ചിലര് ചോദിച്ചു, അങ്ങിങ്ങനൊരു പ്രതിജ്ഞ എടുത്തില്ലായിരുന്നോ? മറുപടി, അതൊക്കെ പലതും പറഞ്ഞു കാണും എന്നാണ്. ഒരു കാര്യം എനിക്ക് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ കളിക്കുന്നതൊക്കെ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവിനോടാണ് എന്നുള്ള വസ്തുത നിങ്ങൾ എപ്പോഴും മറന്നുപോകും. SNDP യോഗം എന്ന് പറയുന്ന ഈഴവ സമുദായത്തിന് മേൽക്കൈയുള്ള, എല്ലാവർക്കും അതിൽ അംഗങ്ങളാകാം, ആ പ്രസ്ഥാനത്തെ താങ്കളുടെ സ്വാധീനവും പണവും രാഷ്ട്രീയ സ്വാധീനവും എല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ കൈക്കലാക്കി മുറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തുമാത്രം ഉയർച്ചയിൽ ആ പ്രസ്ഥാനം പോകേണ്ടതായിരുന്നു. അതെല്ലാം നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം ആയിരുന്നില്ലേ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ ഉപയോഗിച്ചു? കണ്ണൂർ ജഗന്നാഥ സ്വാമി ക്ഷേത്രം ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ്. അങ്ങനെ ഇരിക്കവേ കണ്ണൂരിൽ നിന്ന് ചില ആൾക്കാർ വർക്കല വന്നു. അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുണ്ട് ക്ഷേത്രം? നല്ല രീതിയിൽ പോകുന്നുണ്ട് സ്വാമി. ഈഴവരല്ലാതെയുള്ള പിന്നോക്കക്കാരൊക്കെ പ്രവേശിക്കുന്നുണ്ടോ? അവരെ പ്രവേശിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. ഗുരുദേവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അദ്ദേഹം നേരെ കണ്ണൂരേക്ക് വന്നു. അദ്ദേഹം അവരോട് ചോദിച്ചു, ഈഴവർ അല്ലാതെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല? അപ്പോൾ അവർ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, 1 വർഷം കഴിഞ്ഞു ഞങ്ങൾ പ്രവേശിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഗുരുദേവനൊന്നും വേണ്ടിയില്ല. അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ധ്യാന നിമഗ്നനായിരുന്നു. പെട്ടെന്നൊരു അതിഭയങ്കരമായ മഴ ഉണ്ടായി. അപ്പോൾ ഗുരുദേവൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ചോദിച്ചു, വർഷം 1 കഴിഞ്ഞില്ലേ? എല്ലാവരും ഞെട്ടിപ്പോയി. അടുത്ത ദിവസം മുതൽക്ക് തന്നെ എല്ലാവർക്കും പ്രവേശനത്തിനുള്ള അനുവാദവും നൽകി. പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു മഹാത്മാവ് ആണ് ഗുരുദേവൻ. മിസ്റ്റർ നടേശൻ ഇങ്ങനെ മറ്റുള്ളവരുടെ ചട്ടുകമായി രാഷ്ട്രീയ രംഗത്തേക്ക് തരം താഴാനും വോട്ട് പിടിക്കാനും ആളുകളെ പ്രകോപിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച് ഗുരുദേവന്റെ ആ മഹത്തായ പാരമ്പര്യത്തെ തകർത്ത് കളഞ്ഞു കുളിക്കുകയാണ് നിങ്ങൾ. ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ച് ഒരു നല്ല മഞ്ഞ വസ്ത്ര ധരിച്ചുകൊണ്ട് വർക്കല പോയി ഇനി ശിഷ്ട ജീവിതം ഗുരുദേവ ഭജനയ്ക്കായി അദ്ദേഹത്തിന്റെ ആ മഹത് കാര്യങ്ങളെ ആലോചിച്ച് ധ്യാനിച്ച് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടാനായിട്ട് ഒരു ശ്രമം നടത്തണം എന്നാണ് വിനീതമായി എനിക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് അഭ്യർത്ഥിക്കാനുള്ളത്.